നമ്മൾ എത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടാം അല്ലേ? ചിലപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടായിരിക്കാം. ഇങ്ങനെ അപകടം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്നൊരു GD എൻട്രി, അതായത് ജനറൽ ഡയറീൻ്റെ ഒരു ഫോം കിട്ടേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ GD എൻട്രി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് അത്യാവശ്യമാണ്. 50,000 രൂപയുടെ മുകളിലൊക്കെ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഈ GD എൻട്രി തീർച്ചയായിട്ടും നമ്മൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇൻഷുറൻസിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് GD എൻട്രിയുടെ ഒരു സാമ്പിൾ കോപ്പിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ വണ്ടിക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്, എപ്പോഴാണ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പോലീസിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള വിവരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു GD എൻട്രിയാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് അക്ഷയയിൽ പോയിട്ടും ചെയ്യാം, നമുക്ക് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് തുണ എന്നുള്ളൊരു ആപ്പാണ്, tuna.keralapolice.gov.in, ഈ ഒരു വെബ്സൈറ്റ് വഴിയും ചെയ്യാം. അതല്ലെങ്കിൽ കേരള പോലീസിൻ്റെ തന്നെ POL പോൾ ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ ആപ്പ് വഴിയും നമുക്ക് ചെയ്യാം. രണ്ടും സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിലുള്ള ഈ തുണ ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ആദ്യം കാണിക്കുന്നത്. രണ്ടും സെയിം പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് നമ്മുടെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് വന്നതിന് ശേഷം പിന്നെ നമുക്കത് ലോഗിൻ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക, തൊട്ട് താഴെ കാണുന്ന നമ്പർ കണ്ടില്ലേ നിങ്ങൾ, കളർഫുള്ളായിട്ടുള്ളത്, അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് വരാം. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ആക്സിഡൻറ്റ് GD മാത്രമല്ല, മൈക്രോ റിക്വസ്റ്റ്, FIR ഡൗൺലോഡ് ചെയ്യാൻ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു തുണ വെബ്സൈറ്റ് വഴി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ആക്സിഡൻറ്റ് GD എടുത്ത് വലതുവശത്ത് കാണുന്ന രജിസ്റ്റർ ആക്സിഡൻറ്റ് GD എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കൻ്റ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഏരിയയാണ്. അതായത് നമ്മുടെ വീടിൻ്റെ പേര്, വീട്ടിലെ നമ്പർ, അതുപോലെ നമ്മുടെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. അതേപോലെ തന്നെ നമ്മുടെ വീട് നിൽക്കുന്ന ഏരിയ ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഡിസ്ട്രിക്റ്റും പോലീസ് സ്റ്റേഷനും ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ വീട് നിൽക്കുന്ന ഏരിയ ഏത് പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലാണെന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ആക്സിഡൻറ്റ് സംഭവിച്ചത് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ID പ്രൂഫ് കൂടെ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആഡ് ID ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി വരും. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്ത് വയ്ക്കാം. അപ്പോൾ ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ID ടൈപ്പ് കാണിക്കുന്നത് ആധാർ കാർഡ് കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, വോട്ടർ കാർഡ് കൊടുക്കാം, ലൈസൻസ് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും ID കാർഡിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ നമ്പർ കൊടുക്കുക, ആ ഫയൽ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 2 MB താഴെയുള്ള ഒരു PDF JPEG PNG ഫയലോ വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കൊടുത്ത് നമുക്കത് അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ഇൻസിഡൻറ്റ് ഓർ ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതായത് നമ്മുടെ അപകടം സംഭവിച്ച സമയം, സ്ഥലം, അതുപോലെ തന്നെ ഏത് ജില്ലയിൽ വെച്ചാണ് നമുക്ക് അപകടം സംഭവിച്ചത്, ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ ഇത് ഒരുപക്ഷെ മാറും. നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ വീട് നിൽക്കുന്നത് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലെന്നാണ്. ഇവിടെ രണ്ടാമത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമുക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഇത് തെറ്റാൻ പാടില്ല. കാരണം എവിടെ വെച്ചാണോ അപകടം സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു GDൻ്റെ എൻട്രി, GDൻ്റെ ഒരു ഫോം കിട്ടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പാലക്കാട് നിന്നാണ് കൊടുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നാട്ടുകൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അപകടം. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ അപകടം സംഭവിച്ചത്, നമ്മുടെ വണ്ടി മറ്റു വണ്ടിയെ ഇടിച്ചിട്ടാണോ, അതോ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറെ വണ്ടി ഇടിച്ചിട്ടാണോ, അങ്ങനെ ഏത് രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചത് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ വ്യക്തമായി കൊടുക്കണം. കാരണം ഇതാണ് നമുക്ക് അവർ തിരിച്ചിങ്ങോട്ട് എഴുതി തരുന്നത്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്, എന്തെല്ലാം ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ഒരു ഇത് അതേപോലെ കൊടുക്കുക, എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് അതേപോലെ കൊടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ, ആക്സിഡൻറ്റ് പറ്റിയ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ ആഡ് ഇൻസിഡൻറ്റ് ഫോട്ടോസ് എന്ന ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ
2 ഫോട്ടോസ് കൂടെ നമ്മൾ ഈ ഭാഗത്ത് ആഡ് ഇൻസിഡൻറ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ചൂസ് ഫയൽ കൊടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഭാഗമാണ്. താഴേക്ക് വന്ന് നമുക്ക് വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇവിടെ ഒന്ന് നോ എന്നുള്ളതാണ്, അതൊന്ന് യെസ് കൊടുക്കാം. ആ ടാബ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ യെസ് എന്നായി. ഇവിടെ നമുക്ക് ആഡ് വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് കാണാം, അതും കൂടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി വെഹിക്കിൾ ടൈപ്പ് ബൈക്കാണോ കാറാണോ ഏത് രീതിയിലുള്ള വണ്ടിയാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. വണ്ടിയുടെ RC നമ്പർ, വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്യാം. നെയിം ഓഫ് ദ ഡ്രൈവർ, ആരാണോ വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവറുടെ പേര് എഴുതുക. അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എഴുതുക. നമ്മുടെ വെഹിക്കിൾ, നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഡാമേജ് കോസ്റ്റ് വെഹിക്കിൾ, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, വീണ്ടും നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ ഭാഗങ്ങളാണ് കംപ്ലൈൻ്റ് ആയെന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇവിടെ ആഡ് വെഹിക്കിൾ ഫോട്ടോസ് ആഫ്റ്റർ ഇൻസിഡൻറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് വീണ്ടും നമ്മൾ വണ്ടിയുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ്, RC ബുക്ക്, ലൈസൻസ് തുടങ്ങിയതിൻ്റെ എല്ലാം കോപ്പി കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ ഫോട്ടോ കോപ്പി എല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അക്സെപ്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് നമുക്ക് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഒരു 1 വീക്കൊക്കെ പിടിക്കും നമുക്കത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സബ്മിറ്റഡ് റിക്വസ്റ്റ് നമ്മൾ മുകളിൽ കാണും, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ എന്നാകുമ്പോൾ ഇത് സോൾവ് ആയിട്ടില്ല. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ആ കണ്ണിൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ഒരു 1 വീക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആക്സിഡൻറ്റ് GD എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ SMS ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, നമുക്ക് SMS വരുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ണ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വലതുവശത്ത് അപ്രൂവ്ഡ് GD സർട്ടിഫിക്കറ്റ് എന്ന് കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു PDF ഫയൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ഇൻഷുറൻസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് GD ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു PDF ഫയലായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആക്സിഡൻറ്റ് GD നമ്പർ, എപ്പോഴാണ് അതിൻ്റെ സമയം, അതിൻ്റെ ഫുൾ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഉണ്ടായിരിക്കും, എങ്ങനെയാണത് കിട്ടി, ആക്സിഡൻറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.